പ്രതിപക്ഷ ഉപനേതാവ് പദവി എന്ന ആവശ്യം ഉന്നയിച്ച് സിപിഐ തുടരുന്ന സാഹചര്യത്തിൽ ഇടതുമുന്നണി യോഗം വൈകുകയാണ്. കൂട്ടായി നടത്തേണ്ട പ്രതിഷേധങ്ങൾ പലതും ഇപ്പോൾ നടപ്പാവുന്നില്ലെന്നാണ് ഘടകകക്ഷികളുടെ പരാതി. കാണാം സ്പെഷ്യൽ റെസ്പോൺസ്. LDF യോഗം ചേരാത്തതാണ് ഇപ്പോൾ പുതിയ ചർച്ചയായി മാറുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട ഒരു അവലോകന യോഗം പോലും ഇതുവരെയായും ചേർന്നിട്ടില്ല. LDFനകത്ത് CPIM-ഉം CPIയും തമ്മിൽ പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള ചില തർക്കങ്ങളാണ് LDF യോഗം നീണ്ടുപോകാൻ കാരണമെന്നാണ് പറയുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇടതുമുന്നണി കൺവീനർ തന്നെ CPI ആസ്ഥാനത്തെത്തി ചർച്ചകൾ നടത്തിയിരുന്നു. എങ്കിലും കാര്യമായ ഫലം കണ്ടില്ല. നിലവിൽ സർക്കാരിനെതിരെ പ്രതികരിക്കുന്നതിന് ഒരുപാട് അവസരങ്ങളുണ്ട് ഇടതുമുന്നണിക്ക്. പക്ഷേ അങ്ങനെ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഇടതുമുന്നണിയിൽ. കാരണം CPIM മാത്രമാണ് ഇപ്പോൾ സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ പറയുന്നതും വലിയ തരത്തിലുള്ള പ്രതിരോധങ്ങൾ തീർക്കുന്നതും. മറ്റു ഘടകകക്ഷികളൊക്കെ തന്നെ മൗനത്തിലുമാണ്. ഇതാണ് LDFനകത്തുള്ള ഇപ്പോഴത്തെ പ്രധാന ചർച്ച. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർക്കേണ്ട പല സാഹചര്യങ്ങളും സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നു എന്നാണ് സഖ്യകക്ഷികൾ പറയുന്നത്. പക്ഷേ അത്തരത്തിൽ ഒരു നീക്കം നടത്തണം എന്നുണ്ടെങ്കിൽ LDF യോഗം ചേരണം. പക്ഷേ ഇടതുമുന്നണി യോഗം നീണ്ടുപോവുകയാണ്. ഒരു പക്ഷേ ഈ മാസം അവസാനമെങ്കിലും യോഗം ചേരും എന്നുള്ള പ്രതീക്ഷ ഘടകകക്ഷികൾ പങ്കുവയ്ക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ CPI പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണം എന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പല ആവർത്തി CPIയുടെ പല നേതാക്കന്മാർ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണം എന്ന ആവശ്യം പല സ്ഥലങ്ങളിൽ പല തരത്തിൽ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ CPIM ആകട്ടെ അതിന് വഴങ്ങുന്നതുമില്ല. സഖ്യകക്ഷികളിൽ പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഇക്കാര്യത്തിലുണ്ട്. വലിയ പരാജയം ഏറ്റുവാങ്ങിയ കേരള കോൺഗ്രസ് M ആകട്ടെ നിലവിൽ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാതെ കേവലം മധ്യ കേരളത്തിൽ മാത്രം ഒതുങ്ങി മുന്നോട്ട് പോവുകയാണ്. സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒന്നും തന്നെ കാര്യമായ പ്രതികരണങ്ങൾ അവരുടെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതുമില്ല. CPI ആകട്ടെ വല്ലപ്പോഴുമൊക്കെ ചിലപ്പോൾ പ്രതികരിക്കാറുണ്ട്. പക്ഷേ CPIM എല്ലാ കാര്യത്തിലും ഇടപെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതായ സംഭവത്തിലൊക്കെ തന്നെ CPIM ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയുണ്ടായി. കാരണം വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് തന്നെ CPIM രംഗത്തെത്തിയിരുന്നു. പക്ഷേ അതൊരു കൂട്ടായ നീക്കമായിരുന്നുവെങ്കിൽ ഇതിൽ കൂടുതൽ ശക്തി ഉണ്ടാകുമായിരുന്നു എന്നാണ് ഘടകകക്ഷികളിൽ ചിലത് പറയുന്നത്. ഇങ്ങനെ പോയാൽ ഇടതുമുന്നണിയിൽ തന്നെ അനൈക്യമുണ്ടാകുമോ എന്നുള്ളൊരു സംശയവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. കാരണം ഇടതുമുന്നണി യോഗമാണ് ഘടകകക്ഷികൾക്ക് ശക്തി പകരുന്നത്. ഇടതുമുന്നണി ഒറ്റയ്ക്ക് നടത്തേണ്ട അല്ലെങ്കിൽ ഇടതുമുന്നണി യോജിച്ച് നടത്തേണ്ട അല്ലെങ്കിൽ ഇടതുമുന്നണിയിലെ കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായി നടത്തേണ്ട പല സമരങ്ങൾക്കുമുള്ള സമയം കഴിഞ്ഞുവെന്നും സഖ്യകക്ഷികളുടെ നേതാക്കൾ പറയുന്നുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന സംസ്ഥാന ജീവനക്കാരുടെ സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരുമിച്ച് പ്രതികരിക്കേണ്ട സമയം എന്നാണ് സഖ്യകക്ഷി നേതാക്കൾ പറയുന്നത്. CPI ആകട്ടെ ഇക്കാര്യത്തിൽ കടുത്ത മൗനത്തിലുമാണ്. പ്രതികരിക്കേണ്ടത് CPI ആണ്. കാരണം ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയാണ് CPI. CPIയുടെ ഇപ്പോഴത്തെ ആവശ്യം പ്രതിപക്ഷ ഉപനേതാവ് പദവിയാണ്. അല്ലാതെ കാര്യമായ മറ്റു പ്രതികരണങ്ങളിലേക്ക് അവരും വരുന്നില്ല. മറ്റു ഘടകകക്ഷികളൊക്കെ തന്നെ പാർട്ടിക്കകത്തെ ചില പ്രശ്നങ്ങൾ കാരണം മൗനത്തിലുമാണ്. എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഒരുപാട് തലപൊക്കുന്ന സമയത്ത് ഇടതുമുന്നണി ഇങ്ങനെ മൗനത്തിൽ പോകുന്നതിനോട് വിയോജിപ്പുണ്ടെന്ന് തന്നെയാണ് ചില നേതാക്കൾ പറയുന്നത്. ഈ മാസം അവസാനത്തോടുകൂടി ഇടതുമുന്നണി യോഗം ചേർന്നാൽ തന്നെയും പ്രതിപക്ഷ ഉപനേതാവ് പദവി എന്നതിനെ ചൊല്ലിയുള്ള തർക്കം അവസാനിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴും ഒരു സംശയം. കാരണം നേരത്തെ LDF എപ്പോഴൊക്കെ പ്രതിപക്ഷ സ്ഥാനത്ത് വന്നിരുന്നോ അപ്പോഴൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയും പ്രതിപക്ഷ ഉപനേതാവിൻ്റെ പദവിയും CPIM തന്നെ ഏറ്റെടുത്തിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPIയുടെ KN ബാലഗോപാലിനെ പ്രതിപക്ഷ ഉപനേതാവ് പദവിയിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് പാർട്ടി ആലോചിക്കുന്നതും. അങ്ങനെ തന്നെയാണ് പാർട്ടിയുടെ നീക്കങ്ങളും. എന്നാൽ CPI ആകട്ടെ പ്രതിപക്ഷ ഉപനേതാവ് പദവിക്കപ്പുറം മറ്റെന്ത് കിട്ടിയാലും
അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് അവരും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യത്തിനു വേണ്ടി LDF കൺവീനർ തന്നെ ചില നീക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. പക്ഷെ അതും കാര്യമായി ഫലം കണ്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നിരുന്നാൽ തന്നെയും CPIM എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ ഭരണപക്ഷത്തിനെതിരെ അവരുടേതായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും എല്ലാ ദിവസവും ഒട്ടുമിക്ക ദിവസങ്ങളിലും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രതികരിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പിണറായി വിജയൻ പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിലും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ രാജേഷിൻ്റെ വീട്ടിലുമൊക്കെ പ്രതിപക്ഷ നേതാവ് എത്തി അവരെ ആശ്വസിപ്പിച്ചു. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ CPIM വളരെ മുന്നിലാണെങ്കിൽ തന്നെയും കൂട്ടായ പ്രവർത്തനം വലിയ തരത്തിൽ മന്ദഗതിയിലാണ് എന്നാണ് ഘടകകക്ഷികളുടെ അഭിപ്രായം. ഇത് പരിഹരിക്കാനുള്ള നീക്കങ്ങൾ CPIMന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന ആരോപണവും ഉണ്ട്. എന്തായാലും ഈ മാസം അവസാനത്തോടുകൂടി തന്നെ ഒരു പക്ഷേ ഇടതുമുന്നണി യോഗം ചേരുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം വരും നാളുകളിൽ കൂടുതൽ ശക്തിയോടുകൂടി സർക്കാരിനെതിരെ പ്രതിഷേധിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ ചില നേതാക്കന്മാർ തന്നെ പറയുന്നു. കാരണം നിലവിൽ നടപ്പിലാക്കുന്ന ചില പദ്ധതികളോട് അവർക്ക് കടുത്ത വിയോജിപ്പുണ്ട്. തിരുവനന്തപുരം പാറശാലയിൽ മൊബൈൽ ഷോപ്പ് ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ യുവാവിനെതിരെ